ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പലർക്കും ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയാം അല്ലേ? പലർക്കും എന്നല്ല, എല്ലാവർക്കും ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയാം. എന്നാൽ അത് സ്പോഞ്ചി ആയിട്ടും ഫ്ലഫി ആയിട്ടും കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കുന്ന ടൈമിൽ ഈ ഒരു ഐറ്റം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കുന്ന ഐറ്റംസിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റോടെ പറയുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ നിന്ന് എളുപ്പത്തിൽ വിട്ടുകെട്ടാനുള്ള ട്രിക്ക് കൂടി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചരിയാണ് എടുത്തേക്കുന്നത്, ഇഡ്ഡലി റൈസ് അല്ല. ഇതിന് പകരമായിട്ട് ഇഡ്ഡലി റൈസ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പച്ചരി നന്നായിട്ട് കഴുകി എടുത്തേക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഇഡ്ഡലിക്ക് നല്ലൊരു വൈറ്റ് കളർ കിട്ടാനായിട്ട് നമ്മൾ എടുക്കുന്ന പച്ചരി ഉഴുന്നൊക്കെ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പച്ചരി 4 പ്രാവശ്യത്തോളം കഴുകിയതാണ്. ഇനി ഇതിലോട്ട് കുതിർക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുതിർക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒട്ടും പിശുക്ക് കാണിക്കരുത്, അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4-5 മണിക്കൂർ ഇത് കുതിർക്കാനായിട്ട് വെക്കാം. മിനിമം ഒരു 4 മണിക്കൂർ എങ്ങ് കുതിർക്കണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ബൗളിലോട്ട് ഉഴുന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പോളം ഉഴുന്നാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഉഴുന്നെടുക്കുന്ന ടൈമിൽ ഇതുപോലുള്ള ഉഴുന്നെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇതുപോലുള്ള റൗണ്ടായിട്ടുള്ള ഉഴുന്ന് തന്നെ എടുക്കണം. ഇതുപോലുള്ള ഉഴുന്നല്ലാതെ പാതി പിളർന്ന ടൈപ്പിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ പാതി പിളർന്ന ടൈപ്പ് ഉഴുന്നെടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ചത്ര പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡലി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം ഇതുപോലുള്ള ഉഴുന്ന് തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം. ഇനി ഈ ഉഴുന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇപ്പം ഞാനിത് ഉഴുന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുതിർക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു ഉഴുന്ന് കൂടി നമ്മൾ 4-5 മണിക്കൂറോളം കുതിർക്കാനായിട്ട് വെക്കണം. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടി കുതിർത്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് ചവ്വരിയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പോളം ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ഉഴുന്ന്, 1/4 കപ്പ് ചവ്വരി, ഈ ഒരു റേഷ്യോയിലാണ് കേട്ടോ എടുക്കേണ്ടത്. ഇനി ഈ ഒരു ചവ്വരി കഴുകിയതിന് ശേഷം കുതിർക്കാനായിട്ട് വെക്കാം. അതിന് മുന്നായിട്ട് ഞാനൊരു ഐറ്റം കൂടി ഇതിലോട്ട് ചേർക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഉലുവയാണ്. ഞാനൊരു 1/4 ടീസ്പൂണിൽ താഴെയായിട്ട് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഉലുവ ചേർക്കുന്ന ടൈമിൽ ഒത്തിരി അങ്ങോട്ട് ഉലുവ ചേർക്കാൻ പാടില്ല കേട്ടോ. ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഉലുവ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുത്ത് കുതിർക്കാനായിട്ട് വെക്കാം. ഇതൊന്ന് ഒരു 4-5 മണിക്കൂറോളം കുതിർക്കാനായിട്ട് വെക്കണം. അതുപോലെ തന്നെ ഇത് കുതിർത്തെടുക്കുന്ന ടൈമിൽ 3 സെപ്പറേറ്റ് ആയിട്ട് തന്നെ കുതിർത്തെടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ആദ്യം ഉഴുന്നിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഉഴുന്ന് അരച്ചെടുക്കുന്ന ടൈമിൽ ആ ഒരു ഉഴുന്നിൻ്റെ വെള്ളം എടുക്കാൻ പാടില്ല കേട്ടോ. അതിന് പകരമായിട്ട് നമ്മൾ പച്ചരി കുതിർത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ, അതെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഉഴുന്നൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പച്ചരി കുതിർത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ഉഴുന്ന് അരയാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്, ഒരു തരി പോലും പാടില്ല കേട്ടോ. ഇനി നമുക്ക് പച്ചരി കൂടി അരച്ചെടുക്കാം. ഇനി ഞാൻ ഉഴുന്ന് അരച്ച അതേ മിക്സിയുടെ ജാറിലോട്ട് പച്ചരി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ചെറിയ തരികളോട് കൂടി അരച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു അരി അരച്ചെടുക്കുന്ന ടൈമിൽ അരി കുതിർത്ത് വെച്ച വെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഇപ്പം ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മുടെ ഉഴുന്ന് അരച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചവ്വരി കൂടി ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു ചവ്വരി അരക്കുമ്പോഴും പച്ചരി കുതിർത്ത വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇത് ചവ്വരി അരച്ചതിന് ശേഷം ഈ ഒരു മാവിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മിക്സ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കൈവച്ചൊന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ പുളിച്ചു പൊങ്ങി വരും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഇഡ്ഡലി മാവ് ഒറ്റ ടൈം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു മിക്സ് ചെയ്യുന്ന ടൈം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതല്ല, ഈ ഒരു മാവ് നിങ്ങൾ 1-2 ദിവസത്തേക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ടൈം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഒത്തിരി അങ്ങോട്ട് പുളിച്ചു പോകും. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു മാവ് ഒരു 6-7 മണിക്കൂർ പുളിക്കാനായിട്ട് വെക്കണം. ഇപ്പം നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിലോട്ട് ബട്ടർ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇഡ്ഡലി പെട്ടെന്ന് തന്നെ ഇഡ്ഡലി തട്ടിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ ബട്ടറൊക്കെ തേച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം.
അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രം അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലുള്ള വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ തട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.